ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അത് നാഷണൽ ബിൽഡിംഗ് കോഡ് ബേസ് ചെയ്തുകൊണ്ടും ഇന്റർനാഷണൽ പ്ലംബിംഗ് കോഡ് ബേസ് ചെയ്തുകൊണ്ടും എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു 19 നിലയുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഇതിന്റെ വാട്ടർ റിക്വയർമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതേ പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മൾ വേറെ ഏതൊരു ബിൽഡിംഗ് കിട്ടിക്കഴിഞ്ഞാലും അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതൊരു 18 നിലയുള്ളത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു മാക്സിമം കപ്പാസിറ്റിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ഇനി ഇപ്പം ഇത് നോക്കുമ്പം ഇതിനകത്ത് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സ്ലോട്ട്സ് തന്നിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ആണ് ബേസ്മെന്റ് ഫ്ലോർ വരുന്നത്. ഈ ഒരു സ്പേസ് അത് കംപ്ലീറ്റ്ലി പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറച്ച് റിക്രിയേഷൻ സ്പേസ് ഉണ്ട്, ഒരു കൊറിഡോർ സ്പേസ് വരുന്നുണ്ട് സ്റ്റെയർകേസ് ഏരിയയുടെ ഭാഗത്തായിട്ട്, പിന്നെ ലിഫ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, ഫയർ ഡക്റ്റ് കട്ട്ഔട്ട് സ്പേസ് ഒക്കെയാണ് വരുന്നത്. ബാക്കി കംപ്ലീറ്റ്ലി വരുന്നത് പാർക്കിംഗ് സ്ലോട്ട് ആണ്. അത് കഴിഞ്ഞ് അടുത്ത ഫ്ലോർ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഗ്രൗണ്ട് ഫ്ലോറും കംപ്ലീറ്റ്ലി പാർക്കിങ്ങിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അവിടെ ഒരു റിക്രിയേഷൻ സ്പേസ് കാണാം, പിന്നെ ഇവിടെയും റിക്രിയേഷൻ സ്പേസ് കാണാം, പിന്നെ ഒരു ലോബി സ്പേസ് കാണാം. ലോബി സ്പേസിൽ ഒരു ടോയ്ലറ്റ് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ പ്ലംബിങ്ങിന്റെ സ്കോപ്പിൽ ഈ ഒരു ടോയ്ലറ്റ് നമ്മൾ ശ്രദ്ധയിൽ വെക്കണം. ഇത് ടോയ്ലറ്റ് ഫോർ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. വേറെ ഇവിടെ സ്പേസ് യൂട്ടിലൈസേഷൻ ഒന്നും വന്നിട്ടില്ല ഈ ഒരു റിക്രിയേഷൻ. പിന്നെ ഇവിടെയാണ് ഇലക്ട്രിക്കൽ റൂം വരുന്നത്. ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പം ഈ റൂമിലായിരിക്കും ഇപ്പം നമ്മൾ ട്രാൻസ്ഫോമർ, ജനറേറ്റർ കാര്യങ്ങളെല്ലാം, പാനൽ ബോർഡ്സ്, മെയിൻ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യുന്നത്. സോ അത് ഇലക്ട്രിക്കൽ റൂമാണ് വരുന്നത്. ബാക്കി എല്ലാ സ്പേസും നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ഫ്ലോർ വരുന്നത് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോറും പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഒരു ഭാഗം റിക്രിയേഷൻ സ്പേസ് ആയിട്ട് എടുക്കുന്നുണ്ട്, പിന്നെ കൊറിഡോർ ആണ് വരുന്നത്. ബാക്കി സ്പേസസ് എല്ലാം പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഫ്ലോർ പ്ലാൻ ആണ് 2 to 17 വരെ, അതായത് 2ാമത്തെ നില തൊട്ട് 17ാമത്തെ നില വരെ ഇതേ ഒരു ഫ്ലോർ പ്ലാനിലാണ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ ഇതില് അപ്പാർട്ട്മെന്റ്സ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അപ്പാർട്ട്മെന്റ് പല ടൈപ്പ് ഉണ്ട്. A, B, C, D, E, F 6 അപ്പാർട്ട്മെന്റ് ആണ് ഒരു ഫ്ലോറിൽ വരുന്നത്. ഈ അപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതൊരു അപ്പാർട്ട്മെന്റ് ആണ്. ഇതില് ബെഡ് 1, 2 ബെഡ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂം വരുന്നുണ്ട്. 1, 2, 3 ബെഡ്റൂം വരുന്നുണ്ട്. ഒരു കിച്ചൺ വരുന്നുണ്ട്, ഒരു ലിവിംഗ് ഡൈനിങ് വരുന്നുണ്ട്. ഈ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്, 2 ബെഡ് സ്പേസ് ആണ് വരുന്നത്. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലിവിങ്, ഡൈനിങ്, പിന്നെ ബെഡ് 1, 2, 3 ബെഡ്റൂം സ്പേസസ് ആണ് വരുന്നത്. ഇനി ഈ ഒരു സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിവിങ് ഒരു ബെഡ്, 2 ബെഡാണ് സ്പേസ് വരുന്നത്. ഇവിടെയും 2 ബെഡ്റൂം ആണ് വരുന്നത്, ഇവിടെയും 2 ബെഡ്റൂം ആണ്. സോ ഈ ഫ്ലോറിൽ നമുക്ക് ടോട്ടൽ 4 2 BHK അപ്പാർട്ട്മെന്റും, 2 BHK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബെഡ്റൂമും ഒരു ഹോള് കിച്ചൺ, 4 എണ്ണം അങ്ങനെ വരുന്നുണ്ട്. ബാക്കി ഈ 2 എൻഡിലും 3 BHK അപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. ഇനി ഇത് 18ാമത്തെ നിലയാണ്. 18ാമത്തെ നില നോക്കുമ്പോൾ കുറച്ച് ഏരിയ കുറവാണ്. അതാണ് ഇവിടെ ഓപ്പൺ ടെറസ് ഇത്രയും കൂടുതൽ വരുന്നത്. അപ്പം ഇവിടെ കംപ്ലീറ്റ്ലി വരുന്നത് 2 BHK ആണ്. ഇത് 2 ബെഡാണ്, ഇവിടെയും 2 ബെഡാണ് വരുന്നത്, ഇവിടെയും 2 ബെഡാണ് വരുന്നത്. ഈ ഭാഗത്തും 1, 2 ബെഡാണ് വരുന്നത്. ഈ ഭാഗത്തും 2 ബെഡ് സ്പേസ് ആണ് വരുന്നത്, ഇവിടെയും 2 ബെഡാണ് വരുന്നത്. സോ ഈ ഫ്ലോറിൽ ഉള്ള 6 ഫ്ലാറ്റ്സ് എന്ന് പറയുന്നതും 2 BHK ആണ് വരുന്നത്. അതിന് ഓൾമോസ്റ്റ് ടിപ്പിക്കൽ ആയിട്ടാണ് 19th ഫ്ലോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ 19th ഫ്ലോറിന് കുറച്ചുകൂടെ ഏരിയ കൂടുതൽ വരുന്നുണ്ട്. 19th ഫ്ലോർ നോക്കിക്കഴിഞ്ഞാലും എല്ലാ ഫ്ലാറ്റും 2 BHK തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ടെറസ് പ്ലാൻ ഉണ്ട്. ടെറസ് പ്ലാനിൽ ഇവിടെ ജസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട് ടാങ്ക് കാര്യങ്ങളൊക്കെ എവിടെയാ വെക്കേണ്ടതെന്നുള്ളത്. ഇനി അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് വേണം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഓരോ കാര്യങ്ങളും എവിടെ പൊസിഷൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പൊസിഷനിങ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സൈസ് ചെയ്ത് അതിനെ പ്ലേസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇപ്പോൾ 19 നിലയിൽ 3 ഫ്ലോർ, ബേസ്മെന്റ്, ഗ്രൗണ്ട്, ഫസ്റ്റ് എന്ന് പറയുന്നത് പാർക്കിംഗ് സ്ലോട്ടാണ്. ബാക്കി രണ്ടാമത്തെ നില തൊട്ടിട്ട് 17ാമത്തെ നില വരെ ടിപ്പിക്കലാണ്. പിന്നെ 18ഉം 19ഉം വേറെ പാറ്റേണിലാണ് പോകുന്നത്. ഇനി ഇതിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാൻ പോവാണ്. അത് ബേസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടർ റിക്വയർമെന്റ് ഈ ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഫ്ലോർസ് വരുന്നത്, ഒരു ബേസ്മെന്റ് വരുന്നുണ്ട്, ഒരു ഗ്രൗണ്ട് ഫ്ലോർ വരുന്നുണ്ട്, പിന്നെ 19 നിലയാണ് വരുന്നത് അല്ലെ. അതില് ബേസ്മെന്റ്, ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് പാർക്കിംഗ് സ്പേസ് ആണ്. 2 തൊട്ട് 17 വരെയാണ് ടിപ്പിക്കൽ ഫ്ലോർസ് വരുന്നത്. 2 തൊട്ട് 17 വരെ. ഈ ടിപ്പിക്കൽ ഫ്ലോർസിൽ നമുക്ക് ഒരു ഫ്ലോറിൽ 3 BHK ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് 2 എണ്ണം ഉണ്ട്, 2 BHK ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് 4 എണ്ണം ഉണ്ട്. ഒരു ഫ്ലോറിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ 18th ഫ്ലോർ വരുമ്പോൾ 2 BHK നമുക്ക് 6 എണ്ണം വരുന്നുണ്ട്. 19th ഫ്ലോർ വരുമ്പോഴും 2 BHK നമുക്ക് 6 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമ്പർ ഓഫ് പേഴ്സൺസിനെ എടുക്കണം. ഒരു അപ്പാർട്ട്മെന്റിൽ എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ടോട്ടൽ എത്രത്തോളം ആൾക്കാരുണ്ട് എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 2 തൊട്ട് 17 വരെയാണ് 3 BHK അപ്പാർട്ട്മെന്റ് ഉള്ളൂ. അതിൽ ഒരു ഫ്ലോറിൽ നമുക്ക് 2 3 BHK ആണ് വരുന്നത്. അപ്പൊ 2 തൊട്ട് 17 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 16 നിലകളുണ്ട്. ഈ 16 നിലയിൽ ഒരു ഫ്ലോറിൽ 2 3 BHK ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോട്ടൽ 32 3 BHK അപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. ടോട്ടൽ 32 3 BHK അപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. ഇനി ഈ 3 BHK അപ്പാർട്ട്മെന്റിൽ എത്ര ആൾക്കാർ വരാം എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് NBCയുടെ ഈ ഒരു ടേബിൾ ഓപ്പൺ ചെയ്യുന്നു. NBCയുടെ വോളിയം 2 ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. NBC സ്റ്റാൻഡേർഡിന്റെ ഈ വോളിയം 2 റെഫർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 622 ഈ പേജ് നമ്പർ ആണ് റെഫർ ചെയ്യേണ്ടത്. 622. അതില് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് വരുമ്പോൾ ബെഡ്റൂം അനുസരിച്ചിട്ട് എത്ര പേരെ കൺസിഡർ ചെയ്യണം എന്ന് ഇവിടെ പോപ്പുലേഷൻ റിക്വയർമെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 BHK വരുമ്പോൾ മാക്സിമം 6 പേരെ കൺസിഡർ ചെയ്യാം. അപ്പൊ 6 പേരെ കൺസിഡർ ചെയ്യുമ്പം ടോട്ടൽ ഈ 3 BHKയിൽ നമുക്ക് എത്ര പേരുണ്ടാവും? ടോട്ടൽ 32 3 BHK അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ 3 BHKക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വരുന്നത് 192 ആണ്. അത് ഒരു അസംഷൻ ആണ്. എല്ലാ 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റിലും 6 പേര് വെച്ച് കാണണം എന്നില്ല. ചിലപ്പോൾ അവിടെ 2 പേരെ കാണുള്ളൂ, ഒരു ആളെ കാണുള്ളൂ, ചിലപ്പോൾ 7 പേര് കാണാം. അത് ഡിപ്പെൻസ് ആണ്. പക്ഷെ നമ്മളൊരു അസംഷനിൽ ഒരു 3 BHK അപ്പാർട്ട്മെന്റിൽ മാക്സിമം 6 പേര് താമസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ 2 തൊട്ട് 17 വരെയുള്ള നിലയിൽ 192 പേര് വരെ 3 BHKയിൽ കാണാം എന്നുള്ള അസംഷൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി 2 BHKയിലും നമുക്ക് നോക്കണം. 2 BHK വരുമ്പോൾ അവിടെ നമുക്ക് മാക്സിമം 5 പേരെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 5 പേരെ കൺസിഡർ ചെയ്യുമ്പം ഇനി ഈ 2 BHK എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഒരു ഫ്ലോറിൽ 4 എണ്ണമാണ് നമുക്ക് വരുന്നത്. അതുപോലെ 16 ഫ്ലോർ ഉണ്ട്. അപ്പൊ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റിന്റെ എണ്ണം കിട്ടും. ഇൻറ്റു ഒരു ഫ്ലോറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലുള്ള ആള്, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 2 BHK അപ് ടു 17 ഫ്ലോർ വരെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇനി 6 അപ്പാർട്ട്മെന്റ് വെച്ചിട്ടാണ് 18ലും 19ലും വരുന്നത്. അപ്പൊ 6 6 12 2 BHK വരുന്നുണ്ട് 18ലും 19ലും കൂടെ ആയിട്ട്. 12 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 18th ഫ്ലോറിലും 19th ഫ്ലോറിലും ഉള്ള ആൾക്കാരുടെയും കൂടെ എണ്ണം കിട്ടി. ഇപ്പൊ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് എത്ര പേര് താമസിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ എണ്ണം നമുക്ക് എടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വാട്ടർ റിക്വയർമെന്റിന് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ആൾക്ക് എത്രത്തോളം വാട്ടർ റിക്വയർമെന്റ് നമുക്ക് ആവശ്യമുണ്ട്, ഒരാൾക്ക് അയാളുടെ ഒരു ദിവസത്തേക്ക് അയാളുടെ എല്ലാ ആവശ്യങ്ങളെയും നടത്തുന്ന രീതിയിൽ എത്ര ലിറ്ററോളം വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം മേജർലി ആളുകൾക്ക് വെള്ളം വേണം, കൃഷിക്ക് ആവശ്യം ഉണ്ടാകും, വേറെ എന്തെങ്കിലും ഇറിഗേഷൻ പർപ്പസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ആവശ്യങ്ങളെ തരംതിരിച്ച് വേണം വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മെയിൻ വെള്ളത്തിന്റെ ആവശ്യക്കാര് പീപ്പിൾസ് ആയതുകൊണ്ട് പീപ്പിൾസിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് വാട്ടർ റിക്വയർമെന്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ്. വാട്ടർ സപ്ലൈ ഫോർ റെസിഡൻസസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ജനറലി നമ്മുടെ ഡിസൈൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ വാട്ടർ റിക്വയർമെന്റ് നമ്മൾ കാണുന്നത് 135 ലിറ്റർ പെർ ഹെഡ് പെർ ഡേ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം 135 ലിറ്റർ വെള്ളം വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ലൊക്കേഷൻ അനുസരിച്ച് മാറാം. ഇപ്പൊ 135 തന്നെയാണ് എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതെന്നല്ല. ഇപ്പം ഇവിടെ കേരളം എടുക്കുകയാണെങ്കിൽ 2 നേരം കുളിക്കുകയും എല്ലാ ദിവസവും തുണി അലക്കുന്നൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു ദിവസം ചിലപ്പോൾ 200 ലിറ്റർ വെള്ളം വേണ്ട വരും. പക്ഷെ ഇവിടുന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ സ്കാർസിറ്റി ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ വെള്ളം ടൈംലി ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ 70 ലിറ്ററും 90 ലിറ്ററും വെച്ച് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ആ ഏകദേശം ഈ ഒരു കോൺസെപ്റ്റില് 135 ലിറ്റർ പെർ ഹെഡ് പെർ ഡേ എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ഡിസൈൻ പ്രൊസീഡ് ചെയ്യുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ. അതർ ദാൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ഈ 623 പേജിലുള്ള ഈ ടേബിള് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റൽ ആണ് ഡിസൈൻ ചെയ്യാൻ കിട്ടിയത് എങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ബെഡ്സ് അനുസരിച്ച് വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഹോട്ടൽസ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിക്വയർമെന്റ് എടുക്കാം. അപ്പൊ ഇവിടെ റിക്വയർമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡൊമസ്റ്റിക് പെർ ഡേ, ഫ്ലഷിംഗ് പെർ ഡേ, ടോട്ടൽ കൺസംഷൻ പെർ ഡേ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡൊമസ്റ്റിക് പെർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ ബോഡി ടച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യങ്ങളെയാണ് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ ഹാൻഡ് ടച്ച് അല്ലെങ്കിൽ ബോഡി ടച്ച് വരുന്ന രീതിയിലുള്ള വാട്ടർ റിക്വയർമെന്റ് യൂസേജിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് പെർ ഡേ എന്ന് പറയുന്നത്. ഫ്ലഷിംഗ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയുന്നത്, അത് യൂറിനെല്ലും അതുപോലെ വാട്ടർ ക്ലോസറ്റിലൊക്കെയാണ് നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയുന്നത്. അതിനെ നമ്മൾ ഫ്ലഷ് വാട്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തരാൻ കാരണം നമുക്ക് ഒരു മെയിൻ സോഴ്സ് ഉണ്ടാവും, വാട്ടറിന്റെ മെയിൻ സോഴ്സ് ഉണ്ടാവും. ഈ മെയിൻ സോഴ്സിനെ തന്നെ നമുക്ക് എൻറ്റയർ യൂസേജിന് റൂട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. അല്ല, നമുക്ക് ഇപ്പം നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റ് ആക്കി കളയുന്ന വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് റീയൂസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ നമ്മൾ ആ റീയൂസ് ചെയ്യുന്ന വെള്ളം വാട്ടർ ക്ലോസറ്റിലേക്ക് അല്ലെങ്കിൽ ഫ്ലഷിംഗ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ബൈപ്പാസ് ചെയ്ത് വിടും. ബാക്കിയുള്ള ഏരിയ മൊത്തം നമ്മൾ നോർമൽ വാട്ടർ വെച്ച് കവർ ചെയ്യും. ഇങ്ങനെ 2 പൈപ്പിംഗ് സിസ്റ്റം കൊടുക്കുന്ന രീതിയിലും ഡിസൈൻ ചെയ്യാറുണ്ട്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ബോർവെല്ലിൽ നിന്ന് തരുന്ന വെള്ളമായിരിക്കും നമ്മൾ ഫ്ലഷ് ടാങ്കിലേക്ക് കൊടുക്കുന്നത്. ബാക്കി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന വെള്ളം നല്ല വെള്ളം ആയതുകൊണ്ട്, ക്ലോറിനേറ്റഡ് വാട്ടർ ആയതുകൊണ്ട് നമ്മൾ അതർ എക്യുപ്മെന്റ്സിലേക്കെല്ലാം ബൈപ്പാസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 2 സോഴ്സ് ഓഫ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ഡൊമസ്റ്റിക്കും ഫ്ലഷിങ്ങും സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സമ്മാണ് ടോട്ടൽ കൺസംഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് 2 സ്പ്ലിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ടും കൺസിഡർ ചെയ്ത് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ടോട്ടൽ കൺസംഷൻ പെർ ഡേ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടും യൂസ് ചെയ്യാം. ഇപ്പൊ വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേഷന് നമുക്ക് ഇത് സിംഗിൾ ആയിട്ട്
എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് അതർ ദാൻ റെസിഡൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ വന്ന് നമ്മുടെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങിന് സിമിലർ ആയിട്ടുള്ള ബിൽഡിങ്സ് ഏതാണെന്നുള്ളത് ഇവിടുന്ന് ലിസ്റ്റിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് വേണം ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്ത് കുറച്ച് നോട്ട്സ് കൂടെ തന്നിട്ടുണ്ട്. അപ്പം നോട്ട്സിൽ ഇവിടെ ഉണ്ട് വിസിറ്റേഴ്സിന്റെ കൺസംഷൻ 15 ലിറ്റർ ആണ്. അതുപോലെ സ്റ്റാഫിന്റെ ഒക്കെ കൺസംഷൻ ആണെങ്കിൽ 45 ലിറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഓഫീസ് സ്പേസ് ഒക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കൺസിഡർ ചെയ്ത്, അപ്പൊ ഇതൊരു ബൈ ഹാർട്ട് ആക്കി വെക്കാൻ പറ്റുന്ന കുറച്ച് ടേംസ് ആണ്, അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എനിവേ നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് നമ്മുടെ ഒരാളുടെ കൺസംഷൻ എത്രയാന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ടോട്ടൽ വാട്ടർ റിക്വയർമെന്റ് ഫോർ പേഴ്സൺ എത്രയാണ് വേണ്ടുന്നതെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ 192 പ്ലസ് 320 പ്ലസ് 60 ആണ് വരുന്നത്. ആ നമ്പർ ഓഫ് പേഴ്സൺസിന്റെ സമ്മേഷനോട് കൂടി ഇൻറ്റു 135 ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന വാട്ടർ റിക്വയർമെന്റിന്റെ അളവ് കിട്ടും. ദെൻ അതിനുശേഷം അപ്പൊ അത് ആളുകളുടെ കാര്യമാണ്, ആളുകളുടേത് ഇത്രയാണ് കൗണ്ട് വരുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, ഇതുപോലത്തെ അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ അവിടെ മേ ബി വിസിറ്റേഴ്സ് വരാം, അല്ലെങ്കിൽ അവിടെ എന്തായാലും ഒരു സെക്യൂരിറ്റി കാണും, ഒരു മെയിൻ്റനൻസ് ടീം കാണും, അപ്പൊ ക്ലീനിങ് സ്റ്റാഫ്സ് കാണും. അപ്പൊ ഇവർക്കൊക്കെ ചിലപ്പം വാട്ടറിന്റെ റിക്വയർമെന്റ് വരാം. സോ അത് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു 10% ഈ പേഴ്സന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ മതി എന്നുള്ള കോൺസെപ്റ്റിലും ഡിസൈൻ ചെയ്യാം. ഇപ്പൊ അപ്പാർട്ട്മെന്റ്സ് എല്ലാം അറ്റ് എ ടൈം ഫുള്ളി ഒക്കുപ്പൈഡ് ആയിക്കൊള്ളണം എന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാവുന്നതും ആണ്. അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് 10% അവിടുത്തെ സ്റ്റാഫിന്, അതുപോലെ തന്നെ ഈ ക്ലീനിങ് സ്റ്റാഫിനൊക്കെ ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫുള്ളി ഓക്കുപ്പൈഡ് ആയിരിക്കില്ല അറ്റ് എ ടൈം എല്ലാ ഫ്ലാറ്റുകളും. ഇൻ കേസ് ആണെങ്കിൽ നമ്മുടെ ഒരു റിസർവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വെള്ളത്തിന്റെ റിക്വയർമെന്റ് വരുന്നത് ഫോർ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ആണ്. ഇപ്പൊ നമുക്ക് ഗാർഡനിങ്ങോ പരിപാടികളോ ഉണ്ടെങ്കിൽ ഈ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ എത്ര സ്ക്വയർ മീറ്റർ ഉണ്ടോ ഒരു സ്ക്വയർ മീറ്ററിന് 4 ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഡ്രോയിങ്ങില് ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഒന്നും കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ഫ്ലോർ ആണിത്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ എവിടെയും ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെതായ ഒരു സിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക ബുദ്ധിമുട്ടാണ്. അപ്പം അതിന്റെ ശരിക്കുള്ള ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ വേറെ എവിടെയും ഇപ്പം ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഇനി സൈറ്റ് പ്ലാൻ നോക്കിക്കഴിഞ്ഞാലും വേറെ എവിടെയും ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഇതൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. മേ ബി വരാം, വരാതിരിക്കാം. ദെൻ പിന്നെ വരുന്നത് പാർക്കിംഗ് സ്ലോട്ടിനാണ്. പാർക്കിങ്ങില് നമ്മൾ പാർക്കിങ്ങിന് എത്ര സ്ക്വയർ മീറ്റർ കൊടുക്കുന്നോ ഒരു സ്ക്വയർ മീറ്ററിന് 0.5 ലിറ്റർ എന്നുള്ള രീതിയിലാണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി അത് കാറിനെ കംപ്ലീറ്റ് കഴുകി തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ ഗ്ലാസ്സിൽ ഇൻ കേസ് എന്തെങ്കിലും ഡേർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാർക്കിംഗ് സ്പേസിന്റെ ബേസിൽ വാട്ടർ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു സ്ക്വയർ മീറ്ററിന് 0.5 ലിറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ടോട്ടൽ വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ അതിനകത്ത് പീപ്പിളിനുള്ള റിക്വയർമെന്റ് കൺസിഡർ ചെയ്യണം, പ്ലസ് ലാൻഡ്സ്കേപ്പിനുള്ളത് കൺസിഡർ ചെയ്യണം, പ്ലസ് കാർ വാഷിനുള്ളത് കൺസിഡർ ചെയ്യണം, പ്ലസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒരു 20% നമുക്കൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടെ ആഡ് ചെയ്തിട്ട് വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി ഡിസൈൻ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേഷനിൽ ഇപ്പൊ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാർ പാർക്കിംഗ് ഏരിയ ഇതിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം
ഗ്രൗണ്ട്, ഫസ്റ്റ് ഫ്ലോർ, ബേസ്മെന്റ്, ഇത് മൂന്നും പാർക്കിംഗ് സ്പേസസ് ആണ്. സോ ആ പാർക്കിംഗ് സ്പേസസിന്റെ കാൽക്കുലേഷൻ ഇവിടെ ആർക്കിടെക്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് പാർക്കിംഗ് കാൽക്കുലേഷൻ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ബിലോ 60 മീറ്റർ സ്ക്വയർ കാർപ്പറ്റ് ഏരിയ, അത് 74 യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ ഒരു ഫ്ലോറിൽ 24.67, ഓൾമോസ്റ്റ് 25 യൂണിറ്റ് വരുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ബിറ്റ്വീൻ 60 സ്ക്വയർ മീറ്റർ ആൻഡ് 150 സ്ക്വയർ മീറ്റർ കാർപ്പറ്റ് ഏരിയ 34 എണ്ണമാണ് വരുന്നത്. പിന്നെ ഗസ്റ്റ് പാർക്കിംഗ് വരുന്നുണ്ട്, അത് 9 എണ്ണമാണ് വരുന്നത്. പിന്നെ പാർക്കിംഗ് ഫിസിക്കലി ചലഞ്ചഡിന് വരുന്നത് 2 എണ്ണമാണ്. അതുപോലെ 2 വീലർ പാർക്കിംഗ് പറയുന്നുണ്ട്. 2 വീലർ പാർക്കിംഗ് ബേസ്മെന്റിന്റെ പറയുന്നുണ്ട്, അതുപോലെ ഗ്രൗണ്ടിന്റെ പറയുന്നുണ്ട്, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിന്റെയും പറയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ 2 വീലർ പാർക്കിംഗ് വരുന്നത് 276 ആണ്. അപ്പൊ നമുക്ക് ഈ പാർക്കിംഗ് സ്ലോട്ട്സ് ഒന്ന് ടോട്ടൽ ആഡപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ ടോട്ടൽ എത്ര വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഈ ടോട്ടലിനോട് അനുസരിച്ചിട്ട് പിന്നെ കാൽക്കുലേറ്റർ എടുക്കുന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ 2 വീലർ വരുന്നത് 276.12 ആണ്. പ്ലസ് നമുക്ക് ഇവിടെ ഫിസിക്കലി ചലഞ്ചഡിന് വരുന്നുണ്ട്. ഫിസിക്കലി ചലഞ്ചഡിന് നമുക്കൊരു 150 സ്ക്വയർ ഫീറ്റ് കൊടുക്കാം, അത് 2 എണ്ണമാണ് വരുന്നത്. സോ 150 സ്ക്വയർ മീറ്റർ പറയുന്നുണ്ട്, 300 പ്ലസ്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്, ഈ ഒരു 60 to 150 സ്ക്വയർ മീറ്ററിന്റെ 34 യൂണിറ്റ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. 34 യൂണിറ്റ് വരുമ്പോൾ 34 യൂണിറ്റ് അത് വരുന്നുണ്ട്. പ്ലസ് ഇവിടെ പ്രൊവൈഡഡ് 61 ആണ്. അപ്പൊ ഈ 60 സ്ക്വയർ മീറ്ററിന്റെയും ഇതിന്റെയും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 61 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 61 ഗസ്റ്റ് പാർക്കിങ്ങിന്റെ 9. അപ്പൊ ഞാൻ 150 വെച്ചിട്ടാണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. 150 സ്ക്വയർ മീറ്റർ ഇൻറ്റു 61 സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻറ്റു 61 പ്ലസ് 9150, 150 ഇൻറ്റു 11, 1650, 9150, 1650. ടോട്ടല് ഇത്രയും ഏരിയ വരുന്നുണ്ട്. പ്ലസ് 276 ഇൻറ്റു 0.5, 5538 ലിറ്റർ ആണ് ഈ ഒരു പർപ്പസിന് വേണ്ടി വെള്ളം മാറ്റി വെക്കേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഞാനിത് ഇവിടെ കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് പീപ്പിളിന് കിട്ടിയിരിക്കുന്നത് 77220 ലിറ്റർ ആണ്. ലാൻഡ്സ്കേപ്പ് നമുക്ക് അറിയില്ല. ഇപ്പം നമുക്ക് കാർ വാഷിന് വേണ്ടിയിട്ട് നമുക്ക് 5538 ആണ് വന്നത്. 5538. ലാൻഡ്സ്കേപ്പിൻ്റെത് ഏരിയ അറിയില്ല. ഏരിയ ഇവിടുന്ന് നമുക്ക് നോക്കിയെടുത്താലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ആക്ച്വലി ഈ ഒരു സ്പേസ് ഒരു റെക്ടാങ്കുലർ സ്പേസ് ആയിട്ട് ലാൻഡ്സ്കേപ്പിന് കൺസിഡർ ചെയ്യാണ്. ഇവിടെ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ചെയ്യേണ്ട വരുവാണെങ്കിൽ ഏകദേശം ഞാനൊരു ഏരിയ എടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ ശരിയാവില്ല. അപ്പൊ എ എൻ്റർ ചെയ്തു.
അറൗണ്ട് ഏരിയ എടുക്കുവാണ്. 198 സ്ക്വയർ മീറ്റർ ആണ്. അപ്പൊ 198 വരുമ്പോൾ 198 ഇൻറ്റു 4 792 ലിറ്റേഴ്സ്. ഇത് ഒരു റഫ് എസ്റ്റിമേഷൻ ആണ്. 792 എടുത്തു. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് കാണാൻ പോകുന്നത് ഞാനൊരു 20% ആണ്. ഓക്കെ, 20% ആണ് കാണുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വാട്ടർ റിക്വയർമെന്റ് ടോട്ടൽ എത്രയാ വരുന്നത് എന്നുള്ളത് നോക്കാം. $792 plus 5538 plus 77220 83,550 ആണ് വരുന്നത്. %, ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാൻ വേണ്ടി ഇൻറ്റു 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇൻറ്റു 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,260,000 ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ദിവസത്തേക്ക് ഇത്രയും ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് നമുക്ക് ആ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം വേണ്ടി വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഫോർ പീപ്പിൾ, ഫോർ ലാൻഡ്സ്കേപ്പ്, ഫോർ കാർ വാഷ് ആൻഡ് ബൈ ആഡിങ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് നമ്മൾ ടോട്ടൽ വാട്ടർ റിക്വയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ?